ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും V2 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സെറ്റിങ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ചില ഫീച്ചേഴ്സുകളെ കുറിച്ചാണ്. അധികം ആർക്കും അറിയാത്ത തരത്തിലുള്ള ഫീച്ചറുകളാണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് വേറെ ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്ക് സെറ്റിങ്സിൽ നമ്മുടെ ഫോണിൻ്റെ സാധാരണയായിട്ടുള്ള സെറ്റിങ്സ്, ആ സെറ്റിങ്സിലുള്ള ഫീച്ചറുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആയത് നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ സാധാരണ ഒരു ഫോണിൽ കാണുന്നത് പോലെ തന്നെ നമ്മളിവിടെ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ കാണുന്നതാണ്. ഇവിടെ ബ്ലൂടൂത്ത്, അതുപോലെ സിം മാനേജ്മെൻറ്റ്, ഡാറ്റ യൂസേജ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് നമ്മൾ നോക്കിയിട്ടേ ഉണ്ടാവില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കും സിസ്റ്റം സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ഹൈഡായിട്ട് നമുക്കിവിടെ ഫീച്ചർ സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് പോയി നോക്കാം. ഫീച്ചർ സെറ്റിങ്സ് അപ്പോൾ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ, അതായത് ഒരു 1 2 3 4 ഫീച്ചറുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് 4 ഫീച്ചറൊന്ന് ചെറിയ രീതിയിലൊന്ന് കണ്ണോടിച്ച് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വോളിയം കീസ് ബ്രൈറ്റ്നെസ് കൺട്രോൾ എന്നത് ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ തന്നെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് എനേബിൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ വോളിയം കീ, അതായത് നമ്മുടെ സൈഡിലുള്ള വോളിയം കീ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറക്കാനും സാധിക്കും. ഞാനതിപ്പോൾ ഓൺ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്യാവുന്നതാണ്. രണ്ടാമത് നമുക്കിവിടെ കാണാൻ സാധിക്കും സ്മാർട്ട് ഡയലർ എന്നുള്ളത്. ഇത് ഒരു ഫണ്ണായിട്ടുള്ളൊരു ഫീച്ചറാണ് ഗൈസ്. അതായത് നമ്മൾ ഇവിടെ ഇതൊന്ന് സ്മാർട്ട് ഡയലർ എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവർ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോൺ ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ഈ അക്കങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഞാനൊന്ന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ അതൊന്ന് എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ എൻ്റെ ഡയലർ എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. ശേഷം ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയ്ക്ക് ആക്കുന്നതിനനുസരിച്ച് അതിലെ ഓരോ അക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഞാനിവിടെ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഗസ്റ്ററിൽ നമുക്ക് കിട്ടുന്നത് സ്മാർട്ട് സ്ക്രീൻ ലോക്ക് എന്നുള്ളതാണ്. അതായത് ഫോണൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഫോണൊന്ന് ലോക്കാവുന്നതാണ് ഈ ഒരു ഫീച്ചർ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് എനേബിൾ ചെയ്തൊന്ന് ഷെയ്ക്ക് ചെയ്താൽ ഫോണൊന്ന് ലോക്കാവും. അതോടെ നമ്മുടെ വീഡിയോ തന്നെ ക്യാൻസലായി പോകും ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡിക്രീസ് റൺ ടു വോളിയം. ഇത് നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരുന്ന ഫോണായിരിക്കും നമ്മളത്. അപ്പം നമ്മുടെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോൺ കയ്യിലെടുത്താലും വോളിയം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഒന്നായിട്ട് ഭയങ്കരമായൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തമായിട്ട് നമുക്ക് ഫോൺ കയ്യിലെടുത്താൽ വോളിയം കുറഞ്ഞു വരുന്നതായ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ വളരെ അധികം ഹൈഡായിട്ടുള്ള ഓരോരോ ഓപ്ഷൻസുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ
നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ മുമ്പ് ഗൈസ് ഒരു വട്ടം കൂടി പറയുകയാണ്, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.